എന്നാലും സന്തോഷം എത്രത്തോളം ഉണ്ട്? സന്തോഷം ഒരുപാടുണ്ട്. പിന്നെ റിസൾട്ട് ഒന്ന് വിളിച്ചറിഞ്ഞ അല്ല ടിവിയിൽ വന്ന് അറിഞ്ഞു കഴിയുമ്പോൾ സന്തോഷം കൂടുതലാവും. ഒരുക്കങ്ങളൊക്കെ എത്രത്തോളമായി? ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബന്ധുക്കളൊക്കെ എത്തി തുടങ്ങണു. വരെ എത്തി. കുറെ എന്റെ അപ്പനുള്ളത് മക്കള് പുറത്ത്. മോള് 3 മക്കളും. മോന്റെ പേര് ജീച്ച. മോന്റെ അവർക്കൊക്കെ വല്ല നോട്ടുണ്ടെങ്കിൽ എത്തിയാനാ. പിള്ളേർക്ക് പരീക്ഷ അവിടെ കാനഡയിലാ അവര്. അപ്പൊ പരീക്ഷ ജൂൺ മാസത്തിലാ സ്കൂള് കൂടുന്നത്. സെപ്റ്റംബറിലാ തുറക്കുള്ളൂ. അപ്പൊ പിള്ളേർക്ക് പരീക്ഷ അവർക്ക് വരാൻ ഒരു നോക്കിയില്ല. പിന്നെ മോൻ ഖത്തറിലാ. ജിൻഡോന്റെ അനിയൻ. അവനും മുസ്ലിങ്ങളുടെ പെരുന്നാള് കാരണം ലീവ് കിട്ടുന്നില്ല. 3 ദിവസത്തെ ലീവ് കിട്ടുമെങ്കിലും കിട്ടി പോന്നേനെ. എല്ലാവരും സന്തോഷത്തിലിരിക്കണേ. പിന്നെ എല്ലാ നാട്ടുകാരുടെയും ജനങ്ങളുടെയും സപ്പോർട്ടാണ്. അവൻ കപ്പടിക്കുന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായി. കാരണം വെച്ച് കഴിഞ്ഞാൽ എവിടെ പോയാലും തോറ്റു വരാറില്ല. വിജയിക്കണ ഒരാളാണ്. അതുകൊണ്ട് എത്ര ത്യാഗം സഹിച്ചാലും ബുദ്ധിമുട്ട് സഹിച്ചാലും പിടിച്ചു നിന്നോളും എന്നുള്ളൊരു ഉറപ്പുണ്ടായി. പിന്നെ അതുപോലെ തന്നെ അവിടെ ഒരുപാട് കഷ്ടപ്പാടുകൾ ഉണ്ടായിട്ടും അതെല്ലാം തരണം ചെയ്ത് പോകുന്നു. മണ്ടന്ന് വിളിച്ച നേരത്ത് സംഘടകരണ വിഷമമുണ്ടായി. എല്ലാവരും കൂടി ആ പട്ടം ചാർത്തി കൊടുത്തപ്പോ സഹിക്കാൻ പാടില്ലാത്ത വിഷമമുണ്ടായി. പക്ഷെ ഇപ്പൊ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. മണ്ടൻ എന്നുള്ളതിന് ഇപ്പൊ രാജാവായിട്ട് വരാനുള്ളൊരു അവസ്ഥ ദൈവം തന്നു. അതുപോലെ ദൈവത്തിന്റെ അനുഗ്രഹമാണ്. ദൈവത്തിന്റെ അനുഗ്രഹം, നാട്ടുകാരുടെ സപ്പോർട്ട്, എല്ലാ ജനങ്ങളുടെയും പ്രേക്ഷകരുടെയും എല്ലാ സപ്പോർട്ടാണ് ഇതിന്റെ എല്ലാം വിജയം. ഇത് 100% സന്തോഷം. ഇപ്പൊ തന്നെ കണ്ടില്ലേ ഇവിടെ പിള്ളേര് കാട്ടിക്കൂട്ടണേ. ഇതേപോലെയാണ് മാണിക്കാലൊക്കെ അവർക്ക്. അതാണ് അന്ന് രാത്രി ഞങ്ങളുടെ പിള്ളേരൊക്കെ വളരെ കൂടി ഇവിടുത്തെ നിങ്ങൾക്കൊക്കെ കുറെ ഒരു ഭക്ഷണമൊക്കെ തരാം. ഞങ്ങൾക്ക് അങ്ങനെ സന്തോഷിപ്പിക്കാം. അതാണ് ഇപ്പൊ പരിപാടി ഉണ്ടായിരുന്നത്. പിന്നല്ലേ എന്റെ എവിടെ പോയാലും ഉണ്ടല്ലോ, എവിടെ പോയാലും കപ്പടിക്കേണ്ട വന്നിട്ടുള്ളൂ. അപ്പൊ ഈ പ്രൈസുകളൊക്കെ വാരി കോരി എടുക്കാനുള്ള ആള്. അതിപ്പോ ജിൻഡോനെ കാണിച്ചു കൊടുത്തല്ലോ. ജിൻഡോനെ കാണിച്ചു കൊടുത്തല്ലോ. വേണ്ടാന്ന് വിളിച്ചവർക്കൊക്കെ. ഇപ്പൊ ജിമ്മ തന്നെ ആക്ക് 4 തിരുവനന്തപുരം, എറണാകുളം, ആലുവ, കാലടി. പിന്നെ മിസ് കേരള, മിസ് എറണാകുളം, ചെറുപുറം അടിച്ചാണതാ. പിന്നെ മദർ തെരേസ അവാർഡ് തിരുവനന്തപുരത്ത് നിന്നുള്ള ഒരെണ്ണം കിട്ടി. അതൊക്കെ കിട്ടണമെങ്കിൽ അത്രയ്ക്കും നല്ല പയ്യന വഴി അവർക്ക് കൊടുക്കുള്ളൂ. അങ്ങനെയാണ് മോൻ്റെ ജീവിതം. ചെറുപ്പം തൊട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിക്കാനുള്ളതാ. ഇപ്പോഴും അവൻ്റെ അധ്വാനം കൊണ്ട് അത് സമ്പാദിച്ചുണ്ടായേക്കണ ഈ മുതലുകളല്ല. ഒത്തിരി ഒത്തിരി സന്തോഷം. ഇതിലും വലിയ സന്തോഷം ഞങ്ങൾക്ക് കിട്ടാനില്ല. അനിയത്തിക്ക് അവള് വരണോന്ന് വിചാരിച്ച. ഇളയ അവനും വരണോന്ന് വിചാരിച്ച. അവൻ കാനഡ, ഇവിടെ മോള് കാനഡ, അവൻ ഖത്തറിലാ. പക്ഷെ അവനിപ്പോ ഈ മുസ്ലിമിന്റെ പെരുന്നാള് കാരണം ആൾക്കാർ ലീവ് എടുത്ത് പോയ കാരണം ആൾക്ക് വരാൻ പറ്റില്ല.